ദൈവമായ യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആദ്യം തന്നെ നേരുന്നു. അതിരാവിലെ തന്നെ ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവകരുണയാൽ, ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ ദൈവം നമുക്ക് അവസരം തന്നതിന് കർത്താവിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മിക്ക പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം തിരുവചനം. മതിലിൽ പഴുതുണ്ടാക്കുന്നവൻ അവർക്ക് മുമ്പേ പോകും. അവർ കവാടം തകർത്ത് പുറത്തു കടക്കും. അവരുടെ രാജാവ് അവർക്ക് മുൻപേ നടക്കും. കർത്താവ് അവരെ നയിക്കും. ആമേൻ, ആമേൻ, ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം സ്വീകരിക്കാം. ശത്രു എന്നെ കോട്ട കെട്ടി എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുടെ മേലും തടസ്സങ്ങൾ സൃഷ്ടിച്ച് ശത്രു എന്നെ കോട്ട കെട്ടി നിർത്തിയിരിക്കുന്ന ഈ സമയം, ആ കോട്ട പൊളിക്കുവാൻ കഴിവുള്ളവരെ ദൈവം മുൻപേ വിടുന്നു. അവർ ആ കോട്ടയ്ക്കുള്ളിലെ മതിലിലെ പഴുതുണ്ടാക്കി മുൻപേ പോകും. അവർ മുൻപേ പോയി കോട്ടയുടെ കവാടം തകർക്കും. നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇന്നത്തെ പ്രഭാതത്തിൽ തന്നെ ദൈവം തകർക്കും. നീ ഉറച്ചു വിശ്വസിക്കുക, നിന്നെ കൈപിടിച്ച് നടത്തുന്നത് നിന്റെ കർത്താവാണെന്ന്. ദൈവമാണ് എന്നെ നയിക്കുന്നതെന്ന് ആര് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു? എൻ്റെ കഴിവോ മിടുക്കോ ഞാനെന്നുള്ള ഭാവവും ഒന്നുമല്ല, എൻ്റെ സുഹൃത്തുക്കളല്ല, എന്നെ നയിക്കുന്നവരല്ല, എൻ്റെ പരിചയക്കാരല്ല എന്നെ നടത്തുന്നത്. എൻ്റെ പ്രശ്നങ്ങൾ തകർത്തെറിഞ്ഞ് എൻ്റെ ദൈവമായ കർത്താവാണ് എന്നെ നയിക്കുന്നതെന്ന് വിശ്വാസത്തോടെ ആര് പ്രഖ്യാപിക്കുന്നു, ഇന്ന് അവരുടെ ജീവിതം അനുഗ്രഹമായി മാറും. മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളും അവർക്ക് അനുഗ്രഹമായിരിക്കും. ദൈവത്തെ നിങ്ങളുടെ നായകനായിട്ട്, നിങ്ങളുടെ വഴികാട്ടിയായിട്ട് ഏറ്റെടുക്കുക. ഞാനെന്നുള്ള ഭാവമെല്ലാം വലിച്ചു ദൂരക്കളയുക. എളിമപ്പെട്ടുകൊണ്ട്, കർത്താവേ, നിന്നെ ഞാൻ പിന്തുടരും, നീ എൻ്റെ വഴികാട്ടിയാണ് എന്ന്, നീയാണ് എന്നെ നയിക്കുന്നതെന്ന് ഉറച്ചു വിശ്വസിച്ച് ആ കർത്താവിനോടൊന്ന് ചേർന്ന് നിന്ന് നിങ്ങളുടെ ജീവിതം ഇന്ന് അനുഗ്രഹമായി വേറും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.